തീർച്ചയായും ഡോക്ടർ പി സരിനിലേക്ക് ഒന്ന് പോവുകയാണ്. അതായത് ഈ താങ്കൾ കോൺഗ്രസിനൊപ്പം അതിൻ്റെ ഉന്നത സ്ഥാനത്ത് നിലനിന്നിരുന്ന ഒരു നേതാവാണ്. അവിടെ നിന്ന് താങ്കൾ മാറുന്നു, പാലക്കാട് ഐതിഹാസികമായ വളരെ രാഷ്ട്രീയ പ്രസക്തമായ ഒരു പോരാട്ടം നയിക്കുന്നു. അതിനുശേഷം ഉള്ള താങ്കളുടെ ഈ ഇടതുപക്ഷത്തേക്കുള്ള അല്ലെങ്കിൽ CPIM സഹയാത്രികനായതിനു ശേഷമുള്ള ആദ്യ പാർട്ടി കോൺഗ്രസ്സാണ്, അഥവാ പാർട്ടി സംസ്ഥാന സമ്മേളനമാണ്. ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ നമുക്കതിൻ്റെ ആധികാരികവും വിശദവുമായ ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരുപക്ഷെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം താങ്കളിലേക്ക് ഞാൻ ഫോർവേഡ് ചെയ്യുകയാണ്. കാരണം ഒരു പുനഃസംഘടന പോലും നടത്താനാകാതെ ദുർബലമാകുന്ന ഒരു പാർട്ടി സംവിധാനത്തിലായിരുന്നു താങ്കൾ നേരത്തെ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇവിടേക്കുള്ള വരവിൽ ഇപ്പോൾ കാണുന്ന മാറ്റങ്ങൾ അതിനെ ക്രിയാത്മകമായൊന്ന് പറിച്ചിടാമോ? എങ്ങനെയാണ് ആ വ്യത്യാസം താങ്കൾക്ക് ഫീൽ ചെയ്യുന്നതെന്ന് ആദ്യം തന്നെ. തീർച്ചയായിട്ടും സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഒന്നാം ദിവസത്തിൻ്റെ അവസാന വട്ട ചർച്ചകൾ അവിടെ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. കോൺഗ്രസിലാണെങ്കിൽ അതിൻ്റെ തലം വേറെയാണ്. ഗ്രൂപ്പ് എന്നുള്ള വാക്ക് ഉച്ചരിച്ചു കഴിഞ്ഞാൽ അവിടെ അർത്ഥം വേറെയാണ്. ഇവിടെ കൂട്ടായ ചർച്ചകൾക്ക് വേണ്ടി അഞ്ചോ ആറോ ടീമുകളായിട്ട് പ്രതിനിധികളെ തിരിച്ച് അവർ ഓരോ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ്. അതവർ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും ഞാൻ ഇന്ന് ഒരു പത്രപ്രതിനിധി ചോദിച്ചപ്പോൾ പറഞ്ഞ ഉത്തരമാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. രണ്ടും രണ്ട് സംസ്കാരമാണ്. CPMൻ്റേത് ഒരു രാഷ്ട്രീയ സംസ്കാരവും കോൺഗ്രസിൻ്റേത് വെറും ഒരു ആൾക്കൂട്ട മനോഭാവവുമാണ്. ഈ ആൾക്കൂട്ട മനോഭാവത്തിൻ്റെ പ്രശ്നം ആരുച്ചത്തിൽ സംസാരിക്കുന്നുവോ, ആര് കാര്യങ്ങളെ നിയന്ത്രണത്തിൽ നിർത്തുന്നുവോ അയാളുടെ പുറകെ ആളുകൾ പോകുമെന്നുള്ളതാണ്. അതിനൊരു നയമുണ്ടാകില്ല, അതിനൊരു പരിപാടി ഉണ്ടാകില്ല, അതിനൊരു ദിശാബോധം ഉണ്ടാകില്ല. അങ്ങനെ അധികാരം എന്നുള്ള ഏക ദിശയിലേക്ക് പാർട്ടി പ്രവർത്തകരെ കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി തെളിച്ചുകൊണ്ട് നയിച്ചുകൊണ്ട് പോകുന്ന ഒരു സംവിധാനത്തിനപ്പുറത്തേക്ക് കോൺഗ്രസ്സിന് ഒരു രാഷ്ട്രീയ ദൗത്യവും ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റെടുത്ത് നടത്താൻ സാധിക്കുന്നില്ല എന്നുള്ളിടത്താണ് അതിൻ്റെ പരിതാപകരമായ അവസ്ഥ നമ്മുടെ മുന്നിൽ വ്യക്തമാവുന്നത്. കാരണം BJPയുടെ 2014 ആദ്യ തെരഞ്ഞെടുപ്പ് വിജയത്തെ നമുക്ക് സാങ്കേതികം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം തുടർച്ചയായി 2 വട്ടം കോൺഗ്രസിൻ്റേതായിട്ടുള്ള സഖ്യകക്ഷി അധികാരത്തിലിരുന്ന ഇന്ത്യയിൽ അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന ആ സർക്കാരിൻ്റെ ഒരു മാറ്റം ജനങ്ങൾ പ്രതീക്ഷിച്ചത് അവർ BJPയിലേക്ക് വോട്ട് മാറ്റി ചെയ്തത് കൊണ്ട് സംഭവിച്ചു എന്ന് നമ്മൾ എല്ലാവരും, പ്രത്യേകിച്ച് കേരളത്തിലിരുന്ന് അതിനെ നോക്കിക്കണ്ടവർ ആശ്വസിച്ചു. അതൊരു താൽക്കാലിക പ്രതിഭാസമായി കണ്ടു. പക്ഷെ അതിൻ്റെ പുറകിൽ BJPയുടെ വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ വിത്തുപാകി വിളവെടുക്കുന്നതിൻ്റെ സാഹചര്യം എത്രത്തോളം അപകടകരമാണെന്ന് കോൺഗ്രസിന് 2014 മുതൽ 2019 വരെയും തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നുള്ളിടത്ത് നിന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതൊരാൾക്കൂട്ട മനോഭാവം മാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമാനമായ സാഹചര്യത്തിലൂടെയാണ് കേരളത്തിലും അതിൻ്റെ നേതൃത്വം എന്ന് പറയപ്പെടുന്ന കുറച്ചാളുകൾ അതിനെ തെളിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. മോഡിയെ രാഷ്ട്രീയമായി പരാജയപ്പെടുത്താൻ കഴിയാത്ത വിധം കോൺഗ്രസ് അധപ്പതിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം. അതിന് ജനങ്ങളോട് പറയേണ്ടുന്നത് എന്താണ് എന്നുള്ളതിലെ വ്യക്തതയില്ലായ്മയും, 2 പേർക്കും BJP വിരുദ്ധ മനസ്സുള്ള ഒരു രാജ്യത്ത് വോട്ടിംഗ് നിലയുടെ പരിശോധനയിൽ നിന്നാണ് ഞാൻ ഇത് പറയുന്നത്. 3 തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയാലും BJPയും സഖ്യകക്ഷികളും കൂടി ചേർന്ന് 34%, ഏറിയാൽ 36% വോട്ടുകളാണ് ഇന്ത്യയിൽ 3 പൊതു തെരഞ്ഞെടുപ്പിലും നേടിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം 2 ആളുകൾ BJPക്ക് എതിരെ വോട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു രാജ്യത്ത് അതിനെ ഏകോപിപ്പിച്ചെടുക്കാൻ പോലും സാധിക്കാതെ BJPയുടെ വിദ്വേഷ രാഷ്ട്രീയത്തിന് ഇടമൊരുക്കുന്ന ഉത്തരവാദിത്തമാണ് നിർഭാഗ്യവശാൽ കോൺഗ്രസ് കഴിഞ്ഞ കുറച്ച് കാലമായി നിർവഹിക്കുന്നത്. അതെങ്ങനെയെന്ന് പിന്നീടൊരു അവസരത്തിൽ വിശദമാക്കാം. കേരളത്തിലാകട്ടെ 2 ടേമുകളിലായി ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഇച്ഛാശക്തിയുടെ പുറത്ത് ഒരു ജനതയെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നും കേരളം പോലൊരു സംസ്ഥാനത്തിൻ്റെ വിഭവങ്ങളെയും മനുഷ്യരുടെ വിഭവശേഷിയെയും എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതിന് കൃത്യമായ ഒരു നിർവചനം നൽകാൻ CPMന് കഴിഞ്ഞ 9 വർഷം കൊണ്ട് സാധിച്ചു എന്നിടത്ത് നിന്ന് ഇനി അത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കൂടി ഉത്തരവാദിത്തമാവുക, അതായത് ഭരണത്തിലിരിക്കുമ്പോൾ അത് നേടിയെടുക്കാൻ ഭരണത്തിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തി ചെയ്യുന്നതിനും അപ്പുറം CPM എന്ന് പറയുന്ന പാർട്ടിക്ക് നവകേരളത്തിനുള്ള പുതുവഴികൾ അന്വേഷിക്കാനുള്ള പ്രാപ്തിയുണ്ട് എന്നും ആ പ്രാപ്തി ഇതാ ഞങ്ങൾ ജനങ്ങളോട് വിളിച്ചു പറയുകയാണ് എന്നും
ഞങ്ങൾ ഇങ്ങനെയാണ് നമ്മളെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് എന്നും നവകേരളം എന്ന് പറയുന്നത് ഒരു സങ്കല്പ ലോകമല്ല, പകരം യാഥാർത്ഥ്യബോധത്തിലൂന്നിയുള്ള കാഴ്ചപ്പാടിൻ്റെയും മനോഭാവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഒരുമിച്ച് അവിടേക്ക് എത്തിക്കാനുള്ള വലിയൊരു രാഷ്ട്രീയ ദൗത്യമാണെന്നുമാണ് CPM പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ CPMൻ്റെ ഈ നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന് പറയുന്ന ഇന്ന് അവതരിപ്പിക്കപ്പെട്ട രേഖ അത് തുടർ ചർച്ചകൾക്ക് വിധേയമായി അത് അംഗീകരിക്കുന്ന രേഖയായതിനു ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് അത് പൊതുസമക്ഷത്തിലേക്ക് ചർച്ചയ്ക്ക് വേണ്ടി തന്നെ മുന്നോട്ട് വയ്ക്കും. നോക്കൂ, ഇവിടെയാണ് ഈ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. ഒരു പാർട്ടി, ദേശീയ പാർട്ടി എന്ന് ഊറ്റം കൊള്ളുന്ന ഒരു പാർട്ടി, ഇന്ത്യയിലെ മുക്കിലും മൂലയിലും എല്ലാ വാർഡിലും എല്ലാ ബൂത്തിലും ഒരാളെങ്കിലും വോട്ട് ചെയ്യാനുണ്ടെന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ കേരള സംസ്ഥാനത്തിലെ തലപ്പൊക്കമുള്ള നേതാക്കളെ മുഴുവൻ ഡൽഹിയിലേക്ക് ഒരു ദിവസം വിളിപ്പിച്ച് 10-30 പേരെ വട്ടമേശയ്ക്ക് ചുറ്റും ഇരുത്തി ചർച്ച ചെയ്തിട്ട് അതിൻ്റെ രാഷ്ട്രീയ പ്രമേയമായി പുറത്തേക്ക് വന്നത് ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. അതായത് കോൺഗ്രസ്സുകാർ ഇത്രയും കാലം ഒറ്റക്കെട്ടല്ല, ഇനി ഇതാ ഇലക്ഷൻ വരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം, അതുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഒരാഴ്ച തികയുന്നതിന് മുന്നെയാണ് CPM അതിൻ്റെ ബ്രാഞ്ച്, ലോക്കൽ, ഏരിയ, ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയാക്കി 5ാമത്തെ തട്ടായിട്ടുള്ള സംസ്ഥാന സമ്മേളനത്തിന്, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് അതിന് സംസ്ഥാന സമ്മേളനങ്ങൾ പൂർത്തിയാക്കാൻ CPMന് കഴിഞ്ഞു എന്നുള്ളതും, ഇനി കേരളത്തിലെ സംസ്ഥാന സമ്മേളനം കൂടി കഴിഞ്ഞ അടുത്ത 4 ആഴ്ച കൊണ്ട് ഒരു പാർട്ടി കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിൽ നടക്കുകയാണെന്നും പറയുമ്പോഴാണ് എത്ര ഗൗരവപൂർവമായിട്ടാണ് രാഷ്ട്രീയം എന്ന് പറയുന്നതിനെ നോക്കിക്കാണുന്നത് CPM എന്നും ഈ നാടിനോടുള്ള പ്രതിബദ്ധത ജനങ്ങളെ കേട്ട്, കാരണം പ്രതിനിധികളായിട്ട് ബ്രാഞ്ച് മുതൽ സംസ്ഥാന സമ്മേളനത്തിലും ഇനി അങ്ങോട്ടേക്ക് എന്താ പറയുക പാർട്ടി കോൺഗ്രസിലേക്കും എത്തുന്ന ഓരോരുത്തരും ചർച്ചയ്ക്ക് വെക്കുന്നത് അവർ പ്രതിനിധാനം ചെയ്യുന്ന ഓരോ സംഘടനാ ചുമതലയിലും ഭാരവാഹിത്വത്തിലും ഉത്തരവാദിത്വത്തിലുമുള്ള കാര്യങ്ങളാണ്. അത് ധരിപ്പിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ബോധ്യത്തിൽ ഈ സംഘടന മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ സംഘടനയെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ഒരു സംഘടനയാക്കി മാറ്റുന്നത് എന്നാണ്. ഇത്തവണ ഞാൻ പ്രതിനിധിയല്ല, ഞാൻ പക്ഷേ ഈ സമ്മേളനത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടാകണമെന്നുള്ള എൻ്റെ ഒരു നിർബന്ധ ബുദ്ധിയുടെ പേരിൽ ഞാൻ കൊല്ലത്തെത്തുകയും വളരെ താല്പര്യപൂർവ്വം ഇതിനെ നോക്കിക്കാണുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മാറ്റത്തെ ജനങ്ങളിലേക്ക് പകരാൻ CPM കാണിക്കുന്ന ഗൗരവപൂർവമായ ആ ഉത്തരവാദിത്തത്തെ കേരള ജനത സ്വീകരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.